ഹലോ, അസ്സലാമു അലൈക്കും. ഹെൽത്തി ആയിട്ടുള്ള ഒരു 4 മണി പലഹാരമാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. റവ ഉപയോഗിച്ച് തയ്യാറാക്കിയെടുക്കുന്ന ഒരു കേക്കാണിത്. ആവിയിലാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത്. ഇത് തയ്യാറാക്കാനായിട്ട് ഇവിടെ 1 കപ്പ് റവ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒന്ന് നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കാം. റവ ഇവിടെ നല്ലപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും അതുപോലെ തന്നെ ഒരു നുള്ളു ഉപ്പും ചേർത്ത് ഒന്ന് തരിച്ചെടുക്കണം. ബേക്കിംഗ് പൗഡറിന് പകരം നമുക്ക് ഇതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്താലും മതി. ഇങ്ങനെ ചെയ്യണമെന്നില്ല, ഒരു ബൗളിലിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താലും മതി. ഇനി ഇത് മാറ്റി വെക്കാം. അടുത്തതായി നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചൂടാക്കി കുറച്ച് ഉണക്കമുന്തിരി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇവിടെ 2 കളറിലുള്ള ഉണക്കമുന്തിരി എടുത്തിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ ഏതാണുള്ളത് അതെടുക്കാം. അതുപോലെ തന്നെ നമുക്ക് അണ്ടിപ്പരിപ്പോ ബദാമോ ഒക്കെ ഇതിലേക്ക് യൂസ് ചെയ്യാം. ഇനി ഇത് മാറ്റി വെക്കാം. ഇനി ഇതിൽ ബാക്കിയുള്ള ഈ നെയ്യ് നമുക്ക് ആവശ്യമുണ്ട്. ഇനി മിക്സിയുടെ വലിയ ജാറെടുത്ത് അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 3 ഏലക്കായ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സീഡ് മാത്രം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് നല്ല പോലെ ഒന്ന് പൊടിച്ചെടുക്കണം. പഞ്ചസാര നല്ലപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 3 മീഡിയം വലുപ്പത്തിലുള്ള കോഴിമുട്ട ചേർത്ത് കൊടുക്കാം. തണുപ്പില്ലാത്ത കോഴിമുട്ട എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി ഇത് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കണം. കോഴിമുട്ടയും പഞ്ചസാരയും ഒക്കെ നല്ലപോലെ ഒന്ന് മിക്സായി വരുന്നത് വരെ ഒന്ന് അടിച്ചെടുക്കാം. മുട്ടയും പഞ്ചസാരയും ഒക്കെ നല്ലപോലെ ഒന്ന് പതപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുത്ത് നമ്മൾ നേരത്തെ മിക്സാക്കി വെച്ചിട്ടുള്ള പൊടി ഇതിലേക്ക് കുറേശ്ശെ ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ പൊടികൾ മിക്സിയിലേക്ക് തന്നെ ചേർത്ത് കൊടുത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താലും മതി. ഇപ്പോൾ ബാറ്റർ ഇവിടെ കട്ടയില്ലാതെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കണം. നമ്മൾ നേരത്തെ മുന്തിരി വറുത്ത നെയ്യും കൂടി കൂട്ടിയാണ് 2 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നമുക്ക് ഇതുപോലെ ചെറിയ ചെറിയ ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. അതിനു മുമ്പ് ഈ ബൗളൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കണം. നെയ്യ് ഉപയോഗിച്ചിട്ടൊന്ന് ഗ്രീസ് ചെയ്തെടുക്കണം. ഈ ബൗളിൻ്റെ ഏകദേശം 1/4 ഭാഗത്തോളമാണ് ഇത് ഒഴിച്ച് കൊടുക്കേണ്ടത്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള മുന്തിരി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കാം. ഇവിടെ ഇതൊരു ഇഡ്ഡലി സ്റ്റീമറിലാണ് വേവിച്ചെടുക്കുന്നത്. മീഡിയം തീയിൽ ഒരു 10 മിനിറ്റ് അത്രയും മതിയാവും ഇതിന്. ഇപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒന്ന് ചൂടാറിയ ശേഷം നമുക്കിത് പാത്രത്തിൽ നിന്ന് മാറ്റാം. പാത്രത്തിൻ്റെ അടിഭാഗത്തൊന്നും ഇത് ഒട്ടും ഒട്ടിപ്പിടിച്ചിട്ടില്ല. നല്ല പോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. മുന്തിരി നമുക്ക് മുകളിലിട്ട് കൊടുക്കുന്നതിന് പകരം മൊത്തമായിട്ട് ബാറ്ററിലിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഒന്നുകൂടെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇത് നല്ല സ്പോഞ്ചി കേക്കിൻ്റെ ടെക്സ്ചർ അല്ല, പക്ഷെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റിയാണ്. കട്ടൻ ചായയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് ഇത് നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ ഇത് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീണ്ടും പുതിയ റെസിപ്പിയുമായി വരാം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.